ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ ആസ്വാദന രീതിക്കും നിലവാരത്തിനും അഭിരുചിയിൽ നിന്നുമൊക്കെ വളരെയേറെ വ്യത്യസ്തമാണ്. അന്യ സംസ്ഥാനങ്ങൾ എന്ന് തെളിയിക്കുന്ന സിനിമ കൂടിയാണ് അല്ലു അർജുന്റെ ഏറ്റവും പുതിയ സിനിമയായ പുഷ്പ 2 ദി റൂൾ. ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് തരംഗമാകുന്ന പല സിനിമകൾക്കും കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായമോ അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാറാണ് പതിവ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തി സുകുമാർ സംവിധാനം ചെയ്ത് ഇന്ന് ഡിസംബർ 5 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ കൂടിയാണ് പുഷ്പ ദി റൂൾ. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ഇന്നലെ രാത്രി 9:30 ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും അരങ്ങേറിയിരുന്നു. ആയിരക്കണക്കിന് പ്രീമിയർ ഷോ സംഘടിപ്പിക്കപ്പെട്ട വിദേശത്തായാലും സ്വദേശത്തായാലും എല്ലാ മേഖലയിൽ നിന്നും സിനിമയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ആദ്യ പകുതി വളരെ ഗംഭീരവും രണ്ടാം പകുതി ആവറേജും എന്ന നിലയിൽ അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ എന്നിവർ നിറഞ്ഞാടിയ ഈ സിനിമ അല്പം ലെങ്ത് കൂടുതൽ എന്ന വിമർശനവും ക്ലൈമാക്സിൽ ചില മാറ്റങ്ങൾ വരാമായിരുന്നു എന്ന നിർദ്ദേശവുമാണ് പൊതുവെ വന്നു ചേർന്നത്. അതേസമയം ഈ ചിത്രത്തിന്റെ കേരള പ്രദർശനം ആരംഭിച്ചത് രാവിലെ 4 മണി മുതലാണ്. കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം വന്ന എല്ലാ റിപ്പോർട്ടുകളും, റിവ്യൂസും, അഭിപ്രായങ്ങളെല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായഗതി. ചിത്രത്തിന് കേരളത്തിൽ ആദ്യ ദിവസം വന്ന നെഗറ്റീവുകളൊന്നും തന്നെ ചിത്രത്തിന്റെ കളക്ഷനെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യം ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ 3,93,00,000 രൂപയായിരുന്നു ഈ സിനിമ അഡ്വാൻസ് ബുക്കിംഗിലൂടെ കളക്ട് ചെയ്തത്. 2024 എല്ലാ ഭാഷകളിൽ നിന്നും കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായി പുഷ്പ 2 മാറിയിട്ടുണ്ട്. 2024 ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡ് പുഷ്പ 2 മറികടക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ടർബോ കേരളത്തിൽ നേടിയ 6,15,00,000 എന്ന കളക്ഷൻ റെക്കോർഡ് 7 കോടിക്ക് മുകളിൽ കളക്ഷൻ പുഷ്പ 2 നേടിയെടുത്ത് 2024 ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുക്കുന്ന ചിത്രമായി മാറും എന്ന് തന്നെയാണ് നിലവിൽ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 145 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത്. പ്രീമിയർ ഷോ കളക്ഷനായി മാത്രം 50 കോടിയിലേറെയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. ഇനി ഈ ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം 85 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന റിപ്പോർട്ട് പ്രകാരം മണിക്കൂറിൽ 1 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. വമ്പൻ ട്രെൻഡിംഗ് നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി തന്നെ 180-200 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇനി ഓവർസീസ് കളക്ഷനിലേക്ക് വന്നാൽ 2024 കൽക്കി നേടിയെടുത്ത $7.38 മില്യൺ എന്ന റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷൻ അല്ലു അർജുന്റെ പുഷ്പ 2 മറികടന്നിരിക്കുകയാണ്. ഓവർസീസ് കളക്ഷൻ സംബന്ധമായി ഏറ്റവും കൂടി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെയായി $8.3 മില്യൺ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്, ഏകദേശം 70 കോടിക്ക് മുകളിൽ. ഇന്നലെ ബുധനാഴ്ച രാത്രിയോടെ തന്നെ ആദ്യ ദിവസം ഈ സിനിമ 280 കോടിയിലേറെ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിൽ ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 270-280 കോടി റേഞ്ചിൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കാനാണ് സാധ്യത. പുഷ്പ 2 കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.